ഫ്രണ്ട്സ്, നമ്മുടെ ടെക്സ്റ്റ് എക്സ്ചേഞ്ചിൽ എങ്ങനെയാണ് സിഗ്നൽ എടുക്കേണ്ടത്, ട്രേഡ് എടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ആണത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം നമ്മുടെ ടെക്സ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. അത് ഓപ്പണായി വന്നതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ഓപ്ഷൻസ് താഴത്തുണ്ടായിരിക്കും. അതിൽ ഹോം, അത് മാർക്കറ്റ്, അതിനുശേഷം ഫ്യൂച്ചർ, നടുവിലുള്ള ഫ്യൂച്ചർ എന്നുള്ള ഒരു ഓപ്ഷനിൽ പോകാം. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ 3-4 ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. പൊസിഷൻ ഓർഡർ, ഹിസ്റ്റോറിക്കൽ ഓർഡർ, അതുപോലെ അതിൻ്റെ അടുത്തത് ഇൻവൈറ്റഡ് മീ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. സോ നമ്മൾ അതിലൊന്ന് ടച്ച് ചെയ്യാം. അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. അതിൻ്റെ താഴത്ത് കുറച്ച് ഇങ്ങനെ ടൈറ്റിൽ സൺ പോയിനിയർ എന്നുള്ളത്, അതേപോലെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും. മറ്റേ ഏത് പേരാണ് എടുക്കുന്നത്, ഏതാണ് ടൈം, അതൊന്നും അവർ മെൻഷൻ ചെയ്യുന്നില്ല, അത് കോപ്പി ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ താഴത്ത് നമുക്ക് ഓപ്പറേറ്റ് എന്നുള്ളതിൻ്റെ വലതു ഭാഗത്തായിട്ട് കൺഫേം ടു ഫോളോ ദ ഓർഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ അതിലൊന്ന് ടച്ച് ചെയ്യുക. ആ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡൺ അല്ലെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു ഓപ്ഷൻ ചോദിക്കും. ജസ്റ്റ് ഒന്നും കൂടെ നമ്മൾ അതിന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ആ ട്രേഡ് എടുത്തു കഴിഞ്ഞു. അപ്പോൾ പിന്നെ അത് നമുക്കൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പൊസിഷൻ ഓർഡറിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പെൻഡിങ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കവിടെ സിഗ്നൽ, ഇൻവൈറ്റഡ് മീൽ, ഈ ഒരു സിഗ്നൽ വന്നതിന് ശേഷം ഒരു 6-7 മിനിറ്റോളം നമുക്കിത് ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ ആരും ധൃതി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. പതുക്കെ ചെയ്താൽ മതി. ഒരു 6-7 മിനിറ്റോളം നമുക്ക് സമയം കിട്ടും. എന്നിട്ട് ഇത് പെൻഡിങ് എന്ന് തന്നെയാണ് കാണിക്കുക. സമയം നമുക്ക് അറിയാത്തത് കൊണ്ട് നമുക്ക് എപ്പോഴാണെന്ന് അറിയില്ല. അപ്പോൾ അത് തീരുന്നത് വരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം. ഇത് തീർന്നതിന് ശേഷം നമുക്ക് അടുത്ത സിഗ്നൽ ഉണ്ടെങ്കിൽ അത് ഇമീഡിയറ്റ് ആയിട്ട് തന്നെ വീണ്ടും നമുക്ക് വരുന്നതാണ്. ഓക്കെ, സോ ഇത്തരത്തിലാണ് നമ്മൾ സിഗ്നൽ എടുക്കേണ്ടത്. പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യത്തെ ദിവസം കിട്ടുന്നത് 9:30 ഒരു സിഗ്നലും 9:45 ഒരു സിഗ്നലും ആയിരിക്കും. പിറ്റേ ദിവസം മുതൽ അടുത്ത 5 ദിവസത്തേക്ക് 7:30 ഒരു സിഗ്നൽ വരും. 7:30, 7:31, 32 ഒരു സിഗ്നൽ വരും. അത് അൺഓപ്പൺഡ് ആയതിനു ശേഷം, അത് എക്സിക്യൂട്ട് ആയതിനു ശേഷം നമുക്ക് അടുത്തൊരു സിഗ്നൽ വരും. അത് എക്സിക്യൂട്ട് ആയതിനു ശേഷം ഒരു സിഗ്നലും കൂടെ വരും. അങ്ങനെ 3 സിഗ്നൽ 7:30 മുതൽ 7:45 നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ 9:30 ഒരു സിഗ്നൽ, പിന്നെ വീണ്ടും 9:45 ഒരു സിഗ്നൽ. അപ്പോൾ ആദ്യത്തെ ദിവസം 9:30, 9:45. രണ്ടാമത്തെ ദിവസം മുതൽ 5 ദിവസത്തേക്ക് 7:30 മുതൽ 7:45 ഒരു 3 സിഗ്നൽ കിട്ടും. അതിനുശേഷം 9:30, 9:45. 9:30, 9:45 റെഗുലർ സിഗ്നൽസ്. ഓക്കെ, ഇക്കാര്യം ടീമിലുള്ള എല്ലാവരെയും കൃത്യമായിട്ട് പഠിപ്പിക്കാനൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ മാറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുമ്പത്തെ നമ്മൾ ട്രേഡ് എടുത്തതിൻ്റെ പ്രോഫിറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ തൊട്ട് മുമ്പ് ഒരു സിഗ്നൽ ട്രേഡ് കിട്ടിയതിൻ്റെയാണ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, സോ ഇത്തരത്തിലാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. ഇൻവൈറ്റഡ് മീൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഗൈൻ ഒരു സിഗ്നലും കൂടെ വന്ന് കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതും കൂടെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്തരത്തിലാണ് നമ്മളിത് എടുക്കേണ്ടത്. ഓക്കെ, താങ്ക് യു. അടുത്ത സിഗ്നൽ എടുക്കുന്നു, അതും കൂടെ ഞാൻ കാണിക്കാം. ഓൾറെഡി നമുക്ക് ആ പൊസിഷൻ ഓർഡറിൽ അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തതും കൂടെ ഇവിടെ ആ സമയത്ത് തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. അഗെയിൻ നമ്മൾ അതിൽ ടച്ച് ചെയ്തു. വീണ്ടും നമുക്ക് അവിടെ ഡൺ അല്ലെങ്കിൽ ഓക്കെ എന്ന് കാണിക്കുന്നുണ്ട്. അത് കൊടുത്തു. അത് കൊടുത്ത സമയത്ത് നമുക്കിത് അടുത്ത ഇതും കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊസിഷൻ ഓർഡറിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അത് പെൻഡിങ് എന്ന് കാണിക്കും. ഇതിന് തൊട്ട് മുന്നത്തെ സിഗ്നൽ നമുക്കിവിടെ സക്സസ് ആയത് കാണാനായിട്ട് സാധിക്കും. 19:39 മുതൽ 19:40 വരെ, അതായത് 7:39 മുതൽ 7:40 എടുത്തിട്ടുള്ളതാണ്. അത് ഗോൾഡിലാണ് എടുത്തിട്ടുള്ളത്. എടുത്ത എമൗണ്ട് 9.18 അത് നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുള്ളത് 5.28. അതിന് തൊട്ട് മുന്നത്തത് 19:36 മുതൽ 19:37 വരെ ഉള്ളതായിരുന്നു. അതിന് നമുക്ക് 9.14 എമൗണ്ട് എടുത്തത്, 5.32 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതിന് മുമ്പ് ഇത് ഇന്നലത്തെയാണ്, 30-ാം തീയതി. ഇത് രണ്ടും ഇന്നത്തെയാണ്. ഓക്കെ.